ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഖത്തർ ആക്രമണത്തെക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ അറിയിച്ചിരുന്നില്ലെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ആക്രമണ വിവരം ഇസ്രായേൽ ട്രംപിനെ അറിയിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ വ്യാപകമാകുന്നതിനിടയിലാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം. മിസൈൽ ആക്രമണത്തിനു ശേഷമാണ് വിവരം ലഭിച്ചതെന്നും ആക്രമണം തടയാൻ പ്രസിഡന്റിന് അവസരം ലഭിച്ചില്ലെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ട് വിദേശത്ത് ഇനിയും ആക്രമണം നടത്തിയേക്കും എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട്, അതിർത്തി കടന്നും അത് വിനിയോഗിക്കും. ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം മിസൈലുകൾ ആകാശത്ത് എത്തിയതിനു ശേഷമാണ് തങ്ങൾ വിവരം അറിഞ്ഞതെന്നും അതിനാൽ ട്രംപിന് ആക്രമണത്തെ എതിർക്കാൻ അവസരം ലഭിച്ചില്ലെന്നുമാണ് ഖത്തറിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കിയതായി ട്രംപ് പറയുകയും ചെയ്തു. ഇസ്രായേലിലെ വിവിധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ഇക്കാര്യം തള്ളിക്കളയുന്നുണ്ട്. ഇസ്രായേലിനെ താക്കീത് ചെയ്ത അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി ഇന്നലെ സമാപിച്ചു. ഖത്തറിന്റെ പരമാധികാരത്തിനു നേരെയുള്ള ഏതു കടന്നാക്രമണവും അറബ് മുസ്ലിം ലോകത്തിനു നേരെയുള്ള ആക്രമണമായി കാണുമെന്ന് ദോഹയിൽ നടന്ന ഉച്ചകോടി വ്യക്തമാക്കി. ഫലസ്തീനിൽ സമാധാനത്തിന് ഇസ്രായേലിന്റെ നിലപാടുകൾ തടസ്സമാണെന്നും ഉച്ചകോടി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചകോടിയിൽ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയും വ്യക്തമായി. ഇറാൻ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ ഖത്തറിലെ ആക്രമണത്തെ അപലപിച്ചപ്പോൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾ കടുത്ത നിലപാടെടുത്തില്ല. എവിടെയായാലും ഹമാസ് നേതാക്കളെ ഇനിയും ആക്രമിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഖത്തറിനെ തണുപ്പിക്കാനുള്ള നടപടികളിലാണ് അമേരിക്ക. ഖത്തർ പ്രധാനമന്ത്രിക്ക് വിരുന്നൊരുക്കിയതിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ദോഹയിലെത്തും. ഇതിനിടെ ഫലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗസയെ ഇന്ത്യ, മധ്യപൂർവ്വ ദേശം, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാക്കി വികസിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ രേഖ പുറത്തുവന്നു. റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരായി US അനുകൂല ലോകക്രമം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായിരിക്കും പദ്ധതിയെന്ന് 38 പേജുള്ള ഗസ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇക്കണോമിക്സ് ആക്സിലറേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അറബ് ഇസ്ലാമിക് ഐക്യത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരുന്നു ഖത്തറിൽ സമാപിച്ച അടിയന്തര ഉച്ചകോടി. ചർച്ചയിൽ നേതാക്കൾ ഉയർത്തിയ നിർദ്ദേശങ്ങളും പ്രധാന നേതാക്കളുടെ നേരിട്ടുള്ള പങ്കാളിത്തവും മേഖലയുടെ ശക്തമായ വികാരത്തിന്റെ പ്രതിഫലനമായി. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഖത്തറിലെത്തും. പ്രതിരോധ സഹകരണം വാഗ്ദാനം ചെയ്ത് തുർക്കിയും ഇസ്രായേലിനെ ഒന്നിച്ചു നേരിടാൻ ആഹ്വാനം ചെയ്ത് ഇറാനും ഉച്ചകോടിയിൽ നിലപാടെടുത്തു. GCC കൗൺസിൽ ഡിഫൻസ് കൗൺസിൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു.